ഈ മധുബാബുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മധുബാബു ഇതാദ്യമായിട്ടല്ല ഒരു ആരോപണത്തിൽ കുടുങ്ങുന്നത്. സ്ഥിരം ഇത്തരത്തിൽ ആളുകളെ സ്റ്റേഷനിലിട്ട് തല്ലി ചതയ്ക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഒട്ടേറെ തവണ ക്രിമിനൽ സംഭവങ്ങളിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ്. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെ 1 മാസം തടവിനും 1000 രൂപ പിഴയടയ്ക്കാനും ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. പള്ളിപ്പുറം സ്വദേശി സിദ്ധാർത്ഥനെ മർദ്ദിച്ച കേസിലായിരുന്നു ആ നടപടി വന്നത്. 2006 ഓഗസ്റ്റിൽ ചേർത്തല SI ആയിരിക്കെയാണ് ഇങ്ങനെ ഒരു മർദ്ദനം നടക്കുന്നത്. വീടിന് പരിസരത്തെ ചകിരിയിൽ നിന്നുള്ള മലിനീകരണത്തിനെതിരെ പ്രതികരിച്ച സിദ്ധാർത്ഥനെ മില്ലുടമയും കൂട്ടരും രാത്രി വീട്ടിൽ കയറി മർദ്ദിക്കുന്നു. സ്ഥലത്തെത്തിയ മധുബാബു സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്യുകയും ജീപ്പിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും നഗ്നനാക്കി ചൊറിയണം തേക്കുകയും ചെയ്തു എന്നായിരുന്നു കേസ്. മർദ്ദനത്തിൽ സിദ്ധാർത്ഥന്റെ ചെവിയുടെ കർണപടം പൊട്ടി. വിധിയെ തുടർന്ന് മധുബാബു അപ്പീൽ നൽകുകയും ജാമ്യം തേടുകയും ചെയ്യുകയായിരുന്നു. അന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഈ ജയകൃഷ്ണന്റെ സംഭവം നടക്കുന്നത്. അതായത് തുടർച്ചയായി സ്റ്റേഷനിൽ പരാതി പറയാനോ പരാതി തീർക്കാനോ ഒക്കെ എത്തുന്ന ആളുകളെ തല്ലിച്ചതയ്ക്കലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പണി.